അഡ്വക്കേറ്റ് അനിൽ നായർ, ആത്മഹത്യാ പ്രേരണ കുറ്റത്തിൽ മാത്രം ഒതുക്കേണ്ടതാണോ ഈ കേസ്? ഇപ്പോൾ കൃത്യമായിട്ട് ഈ ജഡ്ജ്മെൻറ്റ്, സിംഗിൾ ബെഞ്ചിൻ്റെയും ഡിവിഷൻ ബെഞ്ചിൻ്റെയും ജഡ്ജ്മെൻറ്റ് കൃത്യമായി പരിശോധിച്ച ശേഷമാണ് റിട്ടയേർഡ് അണ്ടർ സെക്രട്ടറി സ്റ്റാലിൻ ദേവൻ, അദ്ദേഹം ഒരുപാട് നിയമപ്രശ്നങ്ങൾ സർവീസിലിരിക്കെ കൈകാര്യം ചെയ്ത ആളാണ്, അദ്ദേഹം കൃത്യമായി അത് പഠിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ പ്രതിസ്ഥാനത്ത് ഏതെങ്കിലും ഒരു ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥനുണ്ടെങ്കിൽ പോലും ഈ കേസ് അത് CBI അന്വേഷണത്തിലേക്ക് വിടാം. മാത്രമല്ല, ഈ ഗവൺമെൻറ്റിനെ അനുകൂലിക്കുന്നവരാണല്ലോ ഇപ്പോൾ, ഗവൺമെൻറ്റുമായി ചേർന്ന് പോകുന്നവരാണല്ലോ ഇപ്പോൾ പ്രതിസ്ഥാനത്തുള്ളതും സംശയത്തിൻ്റെ നിഴലിൽ ഉള്ളതും. അതുകൊണ്ട് സ്വാഭാവികമായി ഒരു CBI അന്വേഷണം അത് കൃത്യമായി വാദിക്കുകയാണെങ്കിൽ സുപ്രീം കോടതിയിൽ നിന്ന് അങ്ങനെ ഒരു അനുകൂലമായിട്ടുള്ള വിധി ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. സുപ്രീം കോടതിയിലേക്ക് പോകുന്നുണ്ടോ? മാത്രമല്ല, അങ്ങനെ പോവുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ ജോയിൻറ്റ് ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ റിപ്പോർട്ട് അത് നിങ്ങൾക്ക് വലിയൊരു ഒരു പിൻബലം ആവില്ലേ? തീർച്ചയായിട്ടും ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് വിഷയങ്ങളുണ്ട്. കാരണം ഇതിനകത്ത് ഈ അഴിമതി ആരോപണം എന്നുള്ളത് അതൊരു ഗൂഢാലോചനയുടെ ഫലമാണ്. 33 വർഷത്തെ സർവീസിനിടയിൽ ഒരിക്കൽ പോലും അഴിമതി ആരോപണത്തിന് വിധേയനായിട്ടില്ലാത്ത വ്യക്തിയാണ് ശ്രീ നവീൻ ബാബു. ഈ നവീൻ ബാബുവിനെതിരെയുള്ള അഴിമതി ആരോപണം അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കോ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ വളരെ വ്യക്തമായി അവരുടെ ഉള്ളിൽ ധാരണയുണ്ട്, ബോധ്യമുണ്ട് അതൊരു ഗൂഢാലോചനയുടെ ഫലം തന്നെയാണ് എന്നുള്ളത്. അത് ഗൂഢാലോചന നടന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ്. വളരെ പ്രിപ്പറേഷനോട് കൂടിയാണ് ഒരു 4-5 തവണ കളക്ടറെയും കളക്ടറുടെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റിനെയും വിളിച്ച് ഈ പ്രോഗ്രാം നടക്കുന്ന സമയവും കാര്യങ്ങളും വ്യക്തമായി അറിഞ്ഞ് ആയതിനു ശേഷമാണ് ഒരു വീഡിയോഗ്രാഫറുമായിട്ട് ഇദ്ദേഹം കയറി വരുന്നത്. അപ്പോൾ കയറി വന്നിട്ട് പറയുന്ന സംവിധാനം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തികച്ചും അടിസ്ഥാനരഹിതമായ ഒരു ആരോപണമാണ്. അത് എന്തുകൊണ്ടാണ് എന്ന് പറയാൻ കാരണം, ഒന്ന്, ഇതിൽ കാലതാമസം വന്നു. നേരത്തെ ഞാൻ പലതവണ വിളിച്ചു, വല്ലതും നടക്കുമോ എന്ന് ചോദിച്ചു, നോക്കട്ടെ എന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇത് പെട്ടെന്നിപ്പം നടത്തിയല്ലോ, അതിനൊന്ന് അഭിനന്ദിക്കാൻ വന്നതാണ്, പക്ഷേ ഇതുപോലെ എങ്ങും പോയി പ്രവർത്തിക്കരുത് എന്നൊക്കെ പറഞ്ഞത് എങ്ങനെയാണ് കിട്ടിയതെന്ന് എനിക്കറിയാം. ഇതിൻ്റെയൊക്കെ റിസൾട്ട് എന്താണെന്ന് ചോദിച്ചാൽ അനുഭവിക്കാൻ പോകുന്നത് ഒരു സിവിൽ ഡെത്താണ് ഇവർ എന്ന് പറഞ്ഞൊരു ഭീഷണി, അത് 2 ദിവസത്തിനുള്ളിൽ അറിയിക്കാം, നിങ്ങൾ അറിഞ്ഞോളും എന്ന് പറഞ്ഞിട്ടാണ് വളരെ ക്ഷുഭിതയായിട്ട് മുഖത്ത് എന്തോ ഒരു പ്രത്യേക സന്തോഷത്തോടെ, എന്തോ സാധിച്ച ഒരു സന്തോഷത്തോടെ ആ സ്ത്രീ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അവർ പറഞ്ഞ വാക്കിൻ്റെ ആന്തരാർത്ഥം ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അവർ പറഞ്ഞത് സിവിൽ ഡെത്ത് എന്നാണ്. നിങ്ങൾ രേഖകളിൽ നിന്ന്, ഔദ്യോഗിക രേഖകളിൽ നിന്ന് ഒരു വ്യക്തി ഇല്ലാതാവുകയാണ്. നമ്മുടെ റേഷൻ കാർഡ് തൊട്ട് വോട്ടേഴ്സ് ലിസ്റ്റ് വരെയുള്ള സകല മേഖലകളിൽ നിന്നും ഒരു സിവിൽ ഡെത്ത് സംഭവിക്കുമ്പോൾ ഒരു മനുഷ്യനെ തുടച്ചു മാറ്റപ്പെടും. ഫിസിക്കൽ ഡെത്തിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഫിസിക്കൽ ഡെത്ത് സംഭവിച്ചാൽ ഇതേ സംഭവം തന്നെ സംഭവിക്കും. സകല രേഖകളിൽ നമ്മൾ മാറ്റപ്പെടും. ഈ ഭൂമുഖത്ത് തന്നെ നമ്മൾ അപ്രത്യക്ഷമാവും. അങ്ങനെ മനോഹരമായ രീതിയിൽ അതിഭീകരമായ ഒരു ഭീഷണി, ജീവിതത്തിൽ ഒരിക്കൽ പോലും അഴിമതി കാണിക്കാത്ത ഒരു വ്യക്തിയെപ്പറ്റി ആരോപണം ഉന്നയിച്ച് ഇറങ്ങിപ്പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത, വളരെ ആസൂത്രിതമായ ഒരു ഗൂഢാലോചനയുടെ ആദ്യ ഘട്ടം മാത്രമാണ് അവിടെ നിർവഹിക്കപ്പെട്ടത്. അവിടെ ശക്തമായ ഒരു ഡിഫൻസ് ആർക്കൊക്കെയോ വേണ്ടി പ്രതിസ്ഥാനത്ത് എത്തേക്കാമെന്ന് ആർക്കൊക്കെയോ വേണ്ടി അവിടെ സൃഷ്ടിക്കപ്പെടുകയായിരുന്നു. ഇതൊരു പക്ഷേ കൊലപാതകമാണ് എങ്കിൽ പോലും, അല്ലെങ്കിൽ ആത്മഹത്യ ആണെന്നാണ് കണ്ടെത്തുന്നത് എങ്കിൽ പോലും, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് കോടതിയുടെ നിയമത്തിൻ്റെ ക്ലച്ചസിൽ നിന്ന് രക്ഷപ്പെടാൻ തക്കമുള്ള ഡിഫൻസ് ആദ്യം തന്നെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ഒരുക്കിക്കൊണ്ടാണ് ഇവർ മുന്നോട്ട് വരുന്നത്. ഇവർ അഴിമതിയുടെ വിസിൽ ബൗളറാണോ? ഇവർക്ക് അഴിമതിക്കെതിരെ ശബ്ദിക്കുവാനുള്ള ധാർമ്മികമായ അധികാരമുണ്ടോ, അവകാശമുണ്ടോ? അവരുടെ ഈ കാലത്തെ പ്രവർത്തികൾ, അവരുടെ ഈ പൊതുരംഗത്തെ പ്രവർത്തനത്തെ പറ്റി ഇപ്പോൾ ഉയർന്നു വരുന്ന ആരോപണങ്ങൾക്കെതിരെ ചെറുവിരലനക്കാൻ ഈ പ്രതിക്ക് സാധിച്ചിട്ടുണ്ടോ? ഈ പ്രതിയും പ്രശാന്തിനുമായിട്ടുള്ള ബന്ധം എന്താണ്? ഇതിനകത്ത് വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട കാരണം 5 പ്രവൃത്തി ദിവസം മാത്രമാണ് അവസാന സാങ്ഷനിങ് കിട്ടിയത്. ടൗൺ പ്ലാനിംഗ് കമ്മീഷണർ
ടൗൺ പ്ലാനിംഗ് കമ്മീഷൻ പറയുന്നത് ഈ സ്ഥലം റോഡിനേക്കാൾ ഈ പെട്രോൾ പമ്പിന് വരാൻ പോകുന്ന സ്ഥലം റോഡിനേക്കാൾ ഉയർന്ന സ്ഥലത്തിലാണ്, അവിടെ മരങ്ങൾ വളർന്നു നിൽക്കുകയാണ്, ഈ ഭാഗങ്ങളൊന്നും മാറ്റാതെ കൊടുക്കാൻ പറ്റില്ല എന്ന അവസാന ടൗൺ പ്ലാനിംഗ് കമ്മീഷണറുടെ ആ റിപ്പോർട്ട് വരുന്നത് ഒരു നവംബർ 30 അതിനുശേഷം ആകെ 5 വർക്കിംഗ് ഡേയ്സ് മാത്രമേ ADMൻ്റെ മുമ്പിൽ ഇത് വന്നിട്ടുള്ളൂ. ഈ പറഞ്ഞ ടൗൺ പ്ലാൻ പറഞ്ഞ കാര്യങ്ങൾ കൂടി ചെയ്താൽ കണ്ടീഷണലായിട്ടുള്ളൊരു സാങ്ഷൻ കൊടുക്കുകയാണ്. അപ്പോഴാണ് ഇയാൾ 6-ാം തീയതി അഴിമതി പണം കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് പ്രശാന്തൻ മുന്നോട്ട് വരുന്നത്. എന്നാണ്? ശ്രീ നവീൻ ബാബുവിൻ്റെ മരണത്തിന് ശേഷം. അത് 7-ാം തീയതി ഈ പ്രശാന്തനും സുബീഷ് എന്ന് പറയുന്ന ആളെ സംസാരിക്കുന്നുണ്ട്. അവർ വ്യക്തമായി പറയുന്നുണ്ട്, എനിക്കറിയാമല്ലോ സുബീഷ് പറയുന്നുണ്ട്, നമ്മൾ രണ്ടും ഒരുമിച്ച് കൊടുത്തതല്ലേ, ആ മനുഷ്യൻ സത്യസന്ധമായി ചെയ്ത വ്യക്തിയല്ലേ, നിനക്ക് എങ്ങനെ സാധിച്ചു എന്ന് ചോദിക്കുന്ന സുബീഷിൻ്റെ വീഡിയോ, ആ റെക്കോർഡ് ചെയ്ത ശബ്ദം ഇന്ന് പൊതുമേഖലയിൽ ലഭ്യമാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു അഴിമതി പണവും കൊടുക്കാത്ത അവസരത്തിലും അഴിമതി കൊടുത്തു എന്ന് ശ്രീ നവീൻ ബാബുവിനെ അഴിമതിക്കാരനാക്കി ചിത്രീകരിക്കുക എന്നുള്ളത് അദ്ദേഹത്തെ ഈ ഭൂമുഖത്ത് നിന്ന് മൂല്യം ചെയ്യാൻ ശ്രമിച്ചവരുടെ ഗൂഢപദ്ധതി ആദ്യ ഫേസ് മാത്രമാണ്. അതിനുശേഷവും തെളിവ് നശിപ്പിക്കൽ അഭംഗുരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇൻക്വസ്റ്റ് തൊട്ട് തുടങ്ങുന്നതാണ്. അനുജൻ ശ്രീ നവീൻ ബാബുവിൻ്റെ അനുജൻ കൊടുത്ത പരാതിയിന്മേൽ വ്യക്തമായി എഴുതി തയ്യാറാക്കി കൊടുത്ത പരാതിയിന്മേൽ FIR രജിസ്റ്റർ ചെയ്യാൻ കാലതാമസം ഉണ്ടാക്കുന്നത് മുതൽ, അതിൽ നിന്നും തെരഞ്ഞെടുത്ത ഒരാളെ മാത്രം പ്രതിവർഗത്തിൽ ചേർക്കുന്നത് മുതൽ, ഈ കേസിൻ്റെ അന്വേഷണം ആരൊക്കെയോ നിശ്ചയിച്ച ഒരു ലക്ഷ്മണരേഖയ്ക്കുള്ളിൽ നിൽക്കണം എന്നൊരു സുഗ്രീവാജ്ഞ എവിടെ നിന്നോ വന്നിരിക്കുന്നു. ഇത് താഴെ തലത്തിൽ തുടങ്ങിയ ഒരു ഗൂഢാലോചനയല്ല. ഇരയാക്കപ്പെട്ട വ്യക്തിക്ക് അല്ലെ ആ ഒരു സാധാരണ കുടുംബത്തിനോ പൊതുജനത്തിനോ മാത്രം ഫേസ് ചെയ്യാൻ പറ്റുന്ന ഇതിനും അപ്പുറമുള്ള ഉയർന്ന തലങ്ങളിലുള്ള ഗൂഢാലോചനയുടെ സ്വാധീനശേഷിയുള്ള വ്യക്തികളുടെ സമ്മർദ്ദത്തിൻ്റെ അനന്തര ഫലമാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ. ഒരു കാരണവശാലും ഗൂഢാലോചന എന്ന ഭാഗത്തേക്ക് കടക്കാതെ കേവലം ഒരു വ്യക്തിയിലേക്ക് മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട്, എന്നിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സ്തുതിപാഠകൻ്റെ പ്രസ്താവന കേട്ടു, ഒരു വലിയ നഷ്ടം നവീൻ ബാബുവിൻ്റെ മരണത്തേക്കാൾ വലിയ നഷ്ടമാണ് PP ദിവ്യയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉണ്ടായത് എന്ന് പറയുന്ന രീതിയിൽ സ്തുതിപാഠകന്മാരെ കൊണ്ട് പറയിക്കുന്ന രീതിയിൽ എത്തിച്ചിട്ട് അടുത്ത ചോദ്യം, PP ദിവ്യ മാത്രമേ ഇത് പറഞ്ഞുള്ളൂ, മറ്റാരെങ്കിലും വിളിച്ചു കാണില്ലേ, ഇത് ആത്മഹത്യക്ക് പ്രേരണയായി തീരില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഇതൊരു ആത്മഹത്യ മാത്രമാണ് എന്ന് ഒതുക്കി തീർക്കാൻ അതിൽ ഇപ്പോൾ പ്രതിയാക്കപ്പെട്ട വ്യക്തിക്ക് വലിയ കാര്യമൊന്നുമില്ല, അവരുടെ പ്രവൃത്തി മാത്രമല്ല എന്ന രീതി എത്തിച്ചുകൊണ്ട് ഒരു കേസിൽ ആത്മഹത്യാ പ്രേരണയ്ക്ക് ഒരു കേസ് വന്നാൽ പോലും അതിൽ നിന്നും ഈ പ്രതിയെ എങ്ങനെ ഊരിയെടുത്ത് കൊണ്ടുപോകണമെന്ന നിയമപരമായ ഉപദേശത്തിൻ്റെയും രാഷ്ട്രീയമായ സ്വാധീനത്തിൻ്റെയും ഒക്കെ ബലത്തിലാണ് ഇപ്പോൾ ഈ കേസിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, ഈ കേസിന് ഒരു അടിസ്ഥാന ഘടകമുണ്ടല്ലോ. ഇത് ആർക്ക് വേണ്ടിയാണ്? ഈ പറഞ്ഞല്ലോ 5 ദിവസം മാത്രം ADMൻ്റെ മുമ്പിലുണ്ടായിരുന്ന ഫയലിൽ അവസാന റിപ്പോർട്ട് കിട്ടിയ ശേഷം 5 ദിവസത്തിനുള്ളിൽ തീരുമാനമെടുക്കുന്നു. പ്രശാന്തനോടൊപ്പം അപേക്ഷ കൊടുത്ത് സുബീഷ് പറയുന്നു, നിനക്കറിയാം, എനിക്കും അറിയാം നീ കൊടുത്തിട്ടില്ല എന്ന്. അപ്പോൾ ഇങ്ങനൊരു വ്യാജ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ മറ്റു ദുരൂഹതകളില്ലേ? എത്ര പ്ലാൻഡ് ആയിട്ടാണ് ആ കോൺസ്പിറസി അവർ എക്സിക്യൂട്ട് ചെയ്തത്? ഇൻക്വസ്റ്റ് തൊട്ട് കൊടുത്ത പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്യാതിരിക്കുമ്പോൾ തൊട്ട് ആ പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ മുതൽ ഇത് ശ്രീ നബുബാൻബിൻ ബന്ധുക്കളെയോ പൊതുജനങ്ങളെയോ വിശ്വാസത്തിലെടുക്കാത്ത ആരുടെയൊക്കെയോ താല്പര്യങ്ങൾക്ക് സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഈ മരണം ഒരിക്കലും തെളിയിക്കപ്പെടരുത്, ഇതിൻ്റെ തെളിവുകൾ അവസാനിക്കണം, ഈ മൃതശരീരത്തോടു കൂടി ഇതിൻ്റെ തെളിവുകൾ അവസാനിക്കണം എന്നുള്ള ഉറച്ച തീരുമാനത്തോടു കൂടിയല്ലേ നടന്നത്. നമുക്കറിയാം, ഏത് മരണത്തിലും ഏത് അസ്വാഭാവിക മരണത്തിലും സാധാരണഗതിയിൽ ഒരു ഡോക്ടറും അങ്ങനെ ഒരു അഭിപ്രായം എഴുതി രേഖപ്പെടുത്തില്ല. ആന്തരാവയവങ്ങളുടെ പരിശോധനയ്ക്ക് ശേഷം ആണ് ഫൈനൽ ഒപ്പീനിയൻ പറയുക. അങ്ങനെയാണ് വേണ്ടതും. അത് ഈ കേസിൽ മാത്രം സൗകര്യപൂർവ്വം ഒഴിവാക്കിയത് എന്തിനാണ്? വളരെ വിനയത്തോടെ വിഷമത്തോടെ അവർ ബന്ധുക്കൾ ഞങ്ങൾ എല്ലാവരും ആവശ്യപ്പെട്ടല്ലേ ദയവായി പരിഹാരം നടത്തരുത്. ആ പരിഹാരത്തിൻ്റെ പ്രത്യേകത ഇവിടുത്തെ രാഷ്ട്രീയ ചരിത്രം പറയുന്നത് എല്ലാവർക്കും അറിയാമല്ലോ. അതിൻ്റെ ഭരണസമിതി ആരാണ്, അതാരാണ് കൈകാര്യം ചെയ്യുന്നത്, അവിടെ ജോലി ചെയ്യുന്നത് ആരൊക്കെയാണ്? ഈ കേസിൽ നിൽക്കുന്ന PP ദിവ്യ ഉൾപ്പെടെയുള്ളവരുടെ ഭർത്താവ് ഈ കേസിലെ ഗൂഢാലോചനക്കാരനായ
പ്രശാന്തൻ, ആ വ്യക്തി അവരൊക്കെ ജോലി ചെയ്യുന്ന ആ സ്ഥാപനത്തിൽ നിന്ന് മാറ്റണം എന്നത് പോലും തയ്യാറാക്കാൻ അംഗീകരിക്കാതെ അവിടെ നടത്തി എൻ്റെ പേഴ്സണൽ ഉറപ്പാണെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് വീഡിയോഗ്രാഫി ചെയ്തില്ല, വീഡിയോ റെക്കോർഡിംഗ് നടത്തിയില്ല? സ്വാഭാവികമായിട്ട് ചെയ്തതല്ലേ ഒരു പോസ്റ്റ്മോർട്ടത്തിൽ. അപ്പോൾ ഈ മൃതശരീരത്തോടൊപ്പം ശാസ്ത്രീയ തെളിവുകളും അവസാനിപ്പിക്കണം എന്നുള്ള ഒരു ലക്ഷ്യം ആ ഗൂഢാലോചനയുടെ ആദ്യ ഫേസായിരുന്നു, ആദ്യ ഘട്ടമായിരുന്നു. അതിൽ അവർ ആരൊക്കെ ശ്രമിച്ചോ ഒരു പരിധിവരെ വിജയിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതുകൊണ്ട് ഇതിൻ്റെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. വളരെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഇത് പൊതുജന ശ്രദ്ധയിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആദ്യം പറഞ്ഞത് ശരീരത്തിൽ മുറിവുകളില്ല, പക്ഷേ ഇൻക്വസ്റ്റിൽ പറയുന്നു അടിവസ്ത്രത്തിൽ രക്തക്കരയുണ്ട്, നാക്കിൽ മുറിവുണ്ട് എന്ന് പറയുന്നു. അതിനേക്കാൾ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വസ്തുത, ഈ പോസ്റ്റ്മോർട്ടത്തിന് ഈ ശരീരത്തിൽ ഒരു അസാധാരണതയിൽ തൂങ്ങിമരണത്തിന് വിധേയമാകുന്ന ഒരു വ്യക്തിയുടെ ലോവർ ലിംസിലാണ് ബ്ലഡ് ക്ലോട്ട് ചെയ്യുക, നിറവ്യത്യാസമുണ്ടാകുക ലോവർ ലിംസിലാണ്. കൈകാലുകളിലും വിരലുകളാണ് ആ നിറവ്യത്യാസം ഉണ്ടാകുക. പക്ഷേ ഇവിടെ ബ്ലഡ് ക്ലോട്ട് ചെയ്തിട്ടില്ലാത്തത്, ബ്ലഡ് കെട്ടപിടിച്ചിരിക്കുന്നത് ശരീരത്തിൻ്റെ പുറകിലാണ്. അതിൻ്റെ അർത്ഥം ഈ ശരീരം തൂക്കപ്പെടുന്നതിന് മുമ്പ് ഒരു സമതലമായ പ്രതലത്തിൽ കിടത്തപ്പെട്ടിരിക്കുന്നു മണിക്കൂറുകളോളം. അതുകൊണ്ടാണ് ശരീരത്തിൻ്റെ ലോവർ ലിംസായ കാലിലും കയ്യിലും ബ്ലഡ് ക്ലോട്ട് ചെയ്യാതെ അത് ശരീരത്തിൻ്റെ പുറകിൽ ട്രങ്കിനോട് ചേർന്ന് നട്ടലിനോട് ചേർന്ന ഭാഗത്ത് ക്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഇത്തരം വസ്തുതകളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഇതാരെ സംരക്ഷിക്കാൻ ശ്രമിച്ചാലും ഇത് ബഹുമാനപ്പെട്ട ഉന്നത നീതിപീഠത്തിന് മുമ്പിൽ എന്തെങ്കിലും ഒരിക്കൽ എത്തിച്ചേരുമെന്ന പ്രത്യാശയിലാണ് ഞങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്.